ജനപ്രതിനിധിയായി ഒരു വർഷം പിന്നിടുമ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് ഇത് രാഹുകാലമാണ്. ഒപ്പമുണ്ടായിരുന്ന പല മുതിർന്ന നേതാക്കളും രാഹുലിനെ കൈവിട്ട് കഴിഞ്ഞു. എല്ലാം തെരഞ്ഞെടുപ്പ് തന്ത്രമാണെന്ന് ആവർത്തിച്ചു പറഞ്ഞിരുന്ന UDF കൺവീനർ അടൂർ പ്രകാശ് വരെ രാഹുലിന്റെ രാജിയാണ് ആവശ്യപ്പെടുന്നത്. ഇനിയിപ്പോൾ MLA സ്ഥാനം കൈവച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. അദ്ദേഹം ഈ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് സ്വയം അത് രാജിവെക്കുന്നുവെങ്കിൽ അത് ഏറ്റവും നന്നായിരിക്കും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കടുത്ത നടപടിയെടുക്കുന്നതിൽ കോൺഗ്രസ് വൈകിയിട്ടില്ലെന്നാണ് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് വ്യക്തമാക്കുന്നത്. രാഹുലിനെതിരെ നേരത്തെ തന്നെ ഞങ്ങൾ തീരുമാനം എടുത്തു കഴിഞ്ഞിരുന്നു. ഇനി MLA സ്ഥാനം അത് രാജിവെക്കണമോ എന്നുള്ളത് രാഹുലിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്തമാണെന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു. AICCയുടെ അനുമതിയോടുകൂടി. നേരത്തെ തന്നെ അനുമതി തേടിയിരുന്നു, അനുമതി ലഭിച്ചു. അനുമതിയോടുകൂടി ഇപ്പൊ പുറത്താക്കിയിരിക്കുന്നു. രാജിവെക്കുന്നതാണ് നല്ലത്. ആരെങ്കിലും വഴി അത് അറിയിച്ചിട്ടുണ്ടോ അദ്ദേഹത്തെ? അത് പാർട്ടിയിൽ നിന്ന് പുറത്തായാൽ പിന്നെ അദ്ദേഹം വ്യക്തിപരമായിട്ടാണ് തീരുമാനിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെ ഒടുവിൽ ഹൈക്കമാൻഡും കൈവിട്ടിരിക്കുകയാണ്. മറ്റേതൊരു പാർട്ടി ഇത്തരമൊരു അച്ചടക്ക നടപടി സ്വീകരിക്കുമെന്നാണ് KC വേണുഗോപാലും ചോദിക്കുന്നത്. ഇത് ഏറ്റവും വേഗത്തിലെടുത്ത ഒരു തീരുമാനം തന്നെയാണിത്. അതിനകത്ത് പാർട്ടിയിൽ എടുക്കേണ്ട ഒരു ഇമ്മീഡിയറ്റ് ആയി നടത്തേണ്ട ചില കൺസൾട്ടേഷൻ നടത്തി എന്ന് വിളിച്ചാൽ ബാക്കിയൊന്നുമില്ല. കൃത്യമായ സന്ദേശമാണ് കോൺഗ്രസ് ഈ കാര്യത്തിൽ നൽകിയിരിക്കുന്നത്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ചുരുക്കത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജിയാണ് എല്ലാ നേതാക്കളും ആവശ്യപ്പെടുന്നത്. രാഹുൽ മാങ്കൂട്ടം ഇനി അഴിക്കൂട്ടിലാകുമ്പോൾ ഞങ്ങളാണ് നീതി നടപ്പാക്കിയതെന്ന് കോൺഗ്രസിന് ധൈര്യത്തോടെ പറയണം. മാർഷൽ വി സെബാസ്റ്റ്യൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.